Good morning, students. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും അത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നതാണ് ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. രാഷ്ട്ര രൂപീകരണത്തിലെ വെല്ലുവിളികൾ. അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് മുതൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് അർദ്ധരാത്രി മുതലുള്ള സംഭവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷമുള്ള രാഷ്ട്രത്തിൻ്റെ വിഭജനം, ആ വിഭജനത്തിൻ്റെ കോൺസിക്വൻസസ്, അതിനുശേഷം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യയെ രൂപീകരിക്കുന്ന പ്രക്രിയ, ഇങ്ങനെ ഉള്ള രാഷ്ട്ര രൂപീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള ചാപ്റ്ററാണ് ഇതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. പാർട്ടീഷൻ എന്ന് പറയുന്നത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇന്ത്യ പാക് വിഭജനത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിധിയുമായുള്ള കണ്ടുമുട്ടൽ. അപ്പോൾ എന്താണ് വിധിയുമായുള്ള കണ്ടുമുട്ടൽ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എന്താണ് വിധിയുമായുള്ള കണ്ടുമുട്ടൽ? നമുക്കറിയാം, ഇന്ത്യ സെലിബ്രേറ്റ്സ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ August 15, 1947. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് യഥാർത്ഥത്തിൽ August 14 അർദ്ധരാത്രി 12 മണിക്കാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് വാസ് ഡിവൈഡഡ് ഇൻറ്റു 2 നേഷൻസ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. August 14 അർദ്ധരാത്രിയാണ്. അതുകൊണ്ടാണ് August 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്, August 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ ആ സമയത്ത് ഓൺ മിഡ് നൈറ്റ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു, he addressed a special session of the Constituent Assembly. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തി. ഈ പ്രസംഗം പ്രധാനമായിട്ടും നമ്മുടെ രാഷ്ട്രം നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ചായിരുന്നു. He discussed about the problems of India. ഈ ഫേമസ് ആയിട്ടുള്ള സ്പീച്ചിനെയാണ് നമ്മൾ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കണ്ടുമുട്ടൽ എന്നാണ് അതിനെ പറയുന്നത്. വിധിയുമായുള്ള കണ്ടുമുട്ടൽ. ഓക്കെ, അപ്പോൾ ഈ വിധിയുമായുള്ള കണ്ടുമുട്ടൽ മിക്കവാറും 2 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, അല്ലെ? സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഫേമസ് ആയിട്ടുള്ള പ്രസംഗം. ആ പ്രസംഗത്തെയാണ് വിധിയുമായുള്ള കണ്ടുമുട്ടൽ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പറയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലോട്ട് പോവാം. അടുത്തതിലോട്ട് നമുക്ക് പോകേണ്ടതെന്ന് പറയുന്നത് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതായത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ പുതിയ രാജ്യമായി നമ്മൾ മാറി. ഈ രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു 3 മാർക്കോ 4 മാർക്കോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ 3 മെയിൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. The first challenge faced by India was how to shape a nation. എങ്ങനെ ഒരു രാഷ്ട്രം രൂപീകരിക്കും? How to shape a nation from diversities. നമുക്കറിയാം, ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് കോണ്ടിനെന്റൽ സൈസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ വളരെ കോണ്ടിനെന്റൽ സൈസുള്ള രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ്. ഇന്ത്യയിൽ നമുക്കറിയാം പീപ്പിൾ സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്
and they follow different customs and religions and follow different cultures. അപ്പോൾ ഒട്ടനവധി വ്യത്യസ്തതകൾ മാത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കാര്യം ഇന്ത്യ ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഫോർ കോംപ്ലക്സ് സൊസൈറ്റി എന്നാണ്. സങ്കീർണ സമൂഹത്തിന് ഉദാഹരണമാണ് ഇന്ത്യ. ഇത്രയും സങ്കീർണതയുള്ള ഒരു സമൂഹം നമുക്ക് ലോകത്ത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സങ്കീർണമായ ഇത്രയും വ്യത്യസ്തതകളുള്ള ഒരു സമൂഹം, ഈ സമൂഹത്തിൽ നിന്നും എങ്ങനെ നമ്മൾ ഹൗ ടു ഷേപ്പ് എ നേഷൻ, ഒരു രാഷ്ട്രത്തെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, ഹൗ ടു ഷേപ്പ് എ നേഷൻ ഫ്രം ദീസ് ഡൈവേഴ്സിറ്റീസ്. ഇതായിരുന്നു രാഷ്ട്രം നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളി, ഹൗ ടു ഷേപ്പ് എ നേഷൻ. വ്യത്യസ്തകളിൽ നിന്നും എങ്ങനെ, ഇത്രയും വ്യത്യസ്തമുള്ള രാജ്യമാണ്, ഈ വ്യത്യസ്തമുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടു കൂടി നമുക്ക് എങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാര്യം വ്യത്യസ്തമുള്ള ജനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ദ ഫസ്റ്റ് ചലഞ്ച് വാസ് ഹൗ ടു ഷേപ്പ് എ നേഷൻ ഫ്രം ദീസ് ഡൈവേഴ്സിറ്റീസ്. നെക്സ്റ്റ്, ദ സെക്കൻഡ് ചലഞ്ച്. The second challenge was how to establish democracy. How to establish democracy. എങ്ങനെ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യും, ഇന്ത്യയിൽ എങ്ങനെ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നതായിരുന്നു രണ്ടാമത്തെ ചലഞ്ച്, ഹൗ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. കാര്യം നമുക്കറിയാം അല്ലേ, വി അക്സെപ്റ്റഡ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഫ്രം ബ്രിട്ടൻ അല്ലേ. പാർലമെന്ററി ഡെമോക്രസിയാണ് നമ്മൾ സ്വീകരിച്ചത്. അത് നമ്മൾ +1 പഠിച്ചതാണ് അല്ലേ. പാർലമെന്ററി ജനാധിപത്യം നമ്മൾ ബ്രിട്ടനിൽ നിന്ന് സ്വീകരിച്ചു. അപ്പോൾ പക്ഷേ നമ്മൾ വി ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്കൊരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. പക്ഷേ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ഇനഫ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. A democratic constitution is necessary, but it is not enough to establish democracy. ഒരു ജനാധിപത്യ ഭരണഘടന നല്ലതാണ്, പക്ഷേ അത് മാത്രം പോരാ. ജനാധിപത്യം, ഒരു രാജ്യത്ത് ജനാധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് മാത്രം പോരാ. അപ്പോൾ കാര്യം നമുക്കറിയാം, ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭരണഘടനയിൽ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയിലുണ്ട്. ഇതെല്ലാം ശരി തന്നെ. എന്നിരുന്നാലും ജനാധിപത്യം നടപ്പിലാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പോൾ ദ സെക്കൻഡ് ചലഞ്ച് വാസ് ഹൗ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. ഹൗ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന അനുസരിച്ച് ജനാധിപത്യ പ്രക്രിയകൾ ഇത്രയും വിശാലമായ ഒരു രാജ്യത്ത് എങ്ങനെ നടപ്പിൽ വരുത്തും. ഇതായിരുന്നു രണ്ടാമത്തെ രാഷ്ട്രം നേരിട്ട രണ്ടാമത്തെ വെല്ലുവിളി, ഹൗ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. ഹൗ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. ഇനി നമുക്ക് മൂന്നാമത്തെ വെല്ലുവിളിയിലോട്ട് പോകാം. മൂന്നാമത്തെ രാജ്യം നേരിട്ട മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹൗ ടു എൻഷുർ ദ വെൽ ബീയിങ് ഓഫ് ഓൾ പീപ്പിൾ. ഹൗ ടു എൻഷുർ ദ വെൽ ബീയിങ് ഓഫ് ഓൾ പീപ്പിൾ. രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം എങ്ങനെ ഉറപ്പുവരുത്തും. ഹൗ ടു എൻഷുർ ദ വെൽബീയിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ പീപ്പിൾ. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് അന്നും ദരിദ്രർ അധിവസിക്കുന്ന രാജ്യമാണ്. ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും ദരിദ്രരാണ്. അപ്പോൾ നമുക്ക് ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, റൈറ്റ് ടു ഈക്വാളിറ്റി ഉണ്ട്, മൗലികാവകാശങ്ങളിലുള്ളതാണ് അല്ലേ. ആദ്യത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു ഈക്വാളിറ്റി, സമത്വാവകാശമുണ്ട്. അതേപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതേപോലെ ദർ ഈസ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്, റിലീജിയസ് മൈനോറിറ്റീസ് ആസ് വെൽ ആസ് കൾച്ചറൽ മൈനോറിറ്റീസ്. അതേപോലെ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ, പിന്നോക്കക്കാർ, പട്ടികജാതി, പട്ടികവർഗ, അങ്ങനെയുള്ള വിഭാഗത്തിലുള്ളവരുടെ. അപ്പോൾ ഇവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി ഭരണഘടനയിൽ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ
സമൂഹത്തിലെ എല്ലാവരുടെയും വെൽബീയിങ്, എല്ലാവരുടെയും ക്ഷേമവും എല്ലാവരുടെയും സാമ്പത്തിക പുരോഗതിയും എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, ഹൗ ടു എൻഷുർ, എങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തും, ഹൗ ടു എൻഷുർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ആൻഡ് പ്രോസ്പിരിറ്റി ഓഫ് ഓൾ സെക്ഷൻസ് ഇൻ ദ സൊസൈറ്റി. ഇതായിരുന്നു മൂന്നാമത്തെ ചലഞ്ച്. ഹൗ ടു എൻഷുർ ദ വെൽബീയിങ് ഓഫ് ഓൾ പീപ്പിൾ. അപ്പോൾ പ്രധാനമായിട്ടും 3 വെല്ലുവിളികളാണ് രാഷ്ട്രം നേരിട്ടത്. ഒന്നാമത് ഹൗ ടു ഷേപ്പ് എ നേഷൻ ഫ്രം ദിസ് ഡൈവേഴ്സിറ്റീസ്, മൂന്നാമത്തത് എസ്റ്റാബ്ലിഷിംഗ് ഡെമോക്രസി, മൂന്നാമത്തത് വെൽബീയിങ്, ഹൗ ടു എൻഷുർ ദ വെൽബീയിങ് ഓഫ് ഓൾ പീപ്പിൾ. ഇതൊരു 3 മാർക്കോ 4 മാർക്കോ ചോദിക്കും. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പഠിച്ചു, രണ്ടാമത്തത് 3 ചലഞ്ചസ് പഠിച്ചു. അടുത്ത നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യ പാക് പാർട്ടീഷൻ, ഇന്ത്യ പാക് വിഭജനത്തെ സംബന്ധിച്ചുള്ള. അതായത് നമുക്കറിയാം ലോകത്തെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യം 1947 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വാസ് ഡിവൈഡഡ് ഇൻടു 2 nations, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നത്. ഈ വിഭജനത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് 2 nation തിയറി, ദ്വിരാഷ്ട്രവാദമാണ്. The main reason for the partition was the idea of 2 nation theory, ദ്വിരാഷ്ട്രവാദമാണ്. And the 2 nation theory was put forward by Muslim League. മുസ്ലിം ലീഗ് എന്ന സംഘടനയാണ് ദ്വിരാഷ്ട്രവാദം അവതരിപ്പിക്കുന്നത്. അവർ മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്രവാദത്തിന്റെ അനന്തരഫലമാണ് ഇന്ത്യ പാക് വിഭജനം. According to Muslim League or according to 2 nation theory, India consisted of not one but 2 kinds of people. They are Hindus and Muslims. ഇന്ത്യയിൽ ഒരു വിഭാഗം ആളുകളല്ല, 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ഹിന്ദുക്കളും മറ്റൊന്ന് മുസ്ലിങ്ങളും. That is why they demanded a separate state for Muslims. അതുകൊണ്ടാണ് അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു രാജ്യം വേണമെന്ന് പറയുന്നത്. According to 2 nation theory, India consisted of not one but 2 kinds of people, Hindus and Muslims. That is why they demanded Pakistan, a separate state for Muslims. In Urdu language, Pakistan means holy land. പുണ്യഭൂമി എന്നാണ് പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു രാഷ്ട്രം വേണമെന്നുള്ള ഇവരുടെ ആവശ്യം, ഈ ദ്വിരാഷ്ട്രവാദമാണ് അവസാനം രാജ്യവിഭജനത്തിലേക്ക് നയിക്കുന്നത്. എന്തു തന്നെയായാലും ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുവാൻ വേണ്ടി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിരുന്നില്ല. നമുക്ക് 1857 വിപ്ലവം മുതൽ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും ഇവർ ശ്രമിച്ചിട്ടുള്ളത്. കാര്യം ദേശീയ സമരത്തെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഇതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് അവർ ചെയ്ത അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് പിന്നീടാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് വിഭജനത്തിൻ്റെ രൂപത്തിലാണ്. എന്ത് തന്നെയായാലും കോൺഗ്രസ് ആൻഡ് ഗാന്ധിജി ഓപ്പോസിറ്റ് ദ ഐഡിയ, 2 nation തിയറിയെ എതിർത്തു. കോൺഗ്രസും ഗാന്ധിജിയും പ്രമുഖരായിട്ടുള്ള ലീഡേഴ്സും, ഖാൻ അബ്ദുൽ ഖാഫർ ഖാനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള ലീഡേഴ്സ് എല്ലാം തന്നെ ഇതിനെ എതിർത്തു. എന്തു തന്നെയായാലും
പാകിസ്ഥാൻ ഒരു യാഥാർത്ഥ്യമാകുന്നു. കാര്യം the political developments of 1940s and the political competition between Muhammad Ali Jinnah and Gandhiji and the British rule, all these factors makes Pakistan a reality. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും തമ്മിൽ, പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും തമ്മിൽ ഒരു രാഷ്ട്രീയ അധികാര വടംവലി ഉണ്ടായിരുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള കിടമത്സരം ഉണ്ടായിരുന്നു. ഈ കിടമത്സരവും ബ്രിട്ടീഷുകാരുടെ റോളും 1940കളിലെ സംഭവവികാസങ്ങൾ നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധം 45 അവസാനിക്കും. അപ്പോൾ അതുപോലുള്ള ലോക സംഭവ വികാസങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ യാഥാർത്ഥ്യമാക്കി. All these factors makes Pakistan a reality. എന്ത് തന്നെയായാലും two nation theory is the main reason behind India-Pak partition. ഇന്ത്യ-പാക് വിഭജനത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് two nation തിയറിയാണ്. ഓക്കെ, എന്ത് തന്നെയായാലും പാകിസ്ഥാൻ, മുസ്ലിങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ്. The idea was not only painful but difficult to decide and implement. The idea was not only painful but difficult to decide and implement. ഈ ആശയം എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള, വേദനാജനകരമായിട്ടുള്ള ഒരു ആശയമാണ്. അതേപോലെ തന്നെ നടപ്പിലാക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരാശയം കൂടിയാണ്. നടപ്പിലാക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ആശയം കൂടിയാണ് ഇത്. It was decided to follow the principle of religious majority. It was decided to follow the principle of religious majorities. മതന്യൂനപക്ഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് രാഷ്ട്രത്തെ രണ്ടായി വിഭജിക്കാം. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേക ഒരു രാഷ്ട്രം രൂപീകരിക്കേണ്ടത്. അപ്പം മുസ്ലിങ്ങൾ ഭൂരിപക്ഷം എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് അതിനെ വിഭജിച്ച് നമുക്ക് പാകിസ്ഥാനാക്കാം എന്നാണ് തീരുമാനിക്കപ്പെട്ടത്. പക്ഷേ there is no single belt Muslim areas in India. മുസ്ലിം കോൺസെൻട്രേറ്റഡ് ഏരിയാസ്, മുസ്ലിങ്ങൾ മാത്രം ഉള്ള ഏരിയ, പ്രത്യേക ഏരിയ ഇന്ത്യയിലില്ല. മുസ്ലിങ്ങൾ മാത്രമുള്ള താമസിക്കുന്ന പ്രത്യേക ഏരിയകളൊന്നും തന്നെ ഇന്ത്യയിലില്ല. കാര്യം തേവേറെ സ്കാറ്റേഡ് ത്രൂ ഔട്ട് ദ കൺട്രി, രാജ്യത്തുടനീളം മുസ്ലിങ്ങളുണ്ട്, എല്ലായിടത്തും ചിതറിക്കിടക്കുകയാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന പ്രത്യേക ഒരു ഏരിയ ഇല്ല. എന്തു തന്നെയായാലും പ്രധാനമായിട്ടും രണ്ട് പ്രദേശങ്ങളുണ്ട് മുസ്ലിം കോൺസെൻട്രേഷനുള്ള. ദർ ആർ 2 ഏരിയാസ് ഓഫ് മുസ്ലിം കോൺസെൻട്രേഷൻ, അതായത് മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഉണ്ട്. ഒന്ന് പറയുന്നത് പഞ്ചാബ്, മറ്റൊന്ന് പറയുന്നത് ബംഗാൾ. പഞ്ചാബിലും ബംഗാളിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മേഖലകളുണ്ട്. എന്നാൽ അവിടെയും മൈനോറിറ്റീസ് ഉണ്ട്, അവിടെ ന്യൂനപക്ഷങ്ങളുണ്ട്. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സിഖുകാരും ഹിന്ദുക്കളുമാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള 2 മേഖലകളാണുള്ളത്. ഒന്ന് പഞ്ചാബ്, മറ്റൊന്ന് ബംഗാൾ. ഒന്ന് വെസ്റ്റിലും മറ്റൊന്ന് ഈസ്റ്റിലും. ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറും പ്രദേശങ്ങൾ. അപ്പോൾ പഞ്ചാബിനെയും ബംഗാളിനെയും ഡിവൈഡ് ചെയ്ത് പാകിസ്ഥാൻ രൂപീകരിക്കാം എന്നാണ് ധാരണയാകുന്നത്. കാര്യം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മേഖലകളാണ്. അവിടെ ന്യൂനപക്ഷങ്ങളുണ്ട്, എന്നിരുന്നാലും മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകൾ അതിന് 2. അപ്പോൾ പക്ഷേ ദർ ഈസ് നോ ജോഗ്രഫിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് 2 ഏരിയാസ്. ഈ 2 പ്രദേശങ്ങൾ തമ്മിലും യാതൊരു ജോഗ്രഫിക്കൽ കണക്ഷൻ, യാതൊരു ഭൂമിശാസ്ത്രപരമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത മേഖലകളാണ്. പക്ഷേ ഈ ആശയത്തിനെതിരെ പ്രധാനമായിട്ടും അന്ന് ഇവിടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറയുന്നതിനെ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്
ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിലെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആൻഡ് ഹി വാസ് കോൾഡ് ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. He strongly criticized the division or the partition. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, പാർട്ടീഷന് ഇഷ്ടപ്പെട്ടില്ല. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹം ശക്തമായിട്ട് ഇതിനെ എതിർത്തു. എന്നിരുന്നാലും ഇദ്ദേഹത്തിനെ പോലുള്ള ലീഡേഴ്സിന്റെ എതിർപ്പുകളൊന്നും ചെവിക്കൊണ്ടില്ല. പാകിസ്ഥാൻ രൂപീകരിക്കാൻ തന്നെയാണ് തീരുമാനം. ഗവൺമെന്റ് പാകിസ്ഥാൻ രൂപീകരിക്കാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പാകിസ്ഥാൻ ഈ രണ്ട് പ്രദേശങ്ങൾ ജോഗ്രഫിക്കലായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത രണ്ട് ഏരിയാസാണ് പാകിസ്ഥാൻ ആവുന്നത്. ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറും. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് പോലും ജനങ്ങൾക്കറിയില്ലായിരുന്നു, ഈ അതിർത്തിയിൽ കിടക്കുന്ന ജനങ്ങൾക്കറിയത്തില്ല വെദർ ദേ ബിലോങ് ഇൻ പാകിസ്ഥാൻ ഓർ ഇൻ ഇന്ത്യ. അവർ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് ഇവർക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് പോലും ഇവർക്കറിയില്ല, ജനങ്ങൾക്കറിയില്ല, ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കറിയില്ല അവർ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ ജീവിക്കുന്നതെന്ന്. ഇറ്റ് ക്രിയേറ്റഡ് കയോസ് ആൻഡ് കൺഫ്യൂഷൻ അമംഗ് പീപ്പിൾ. ഇത് ജനങ്ങളിൽ വളരെയേറെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി. ഒരു ജനങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. ഒരു കുഴഞ്ഞു മറിഞ്ഞ പരിസ്ഥിതി ഈ അതിർത്തി പ്രദേശങ്ങളിലുണ്ടായി, ഈ രണ്ട് പ്രദേശങ്ങളിലും ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ അതിർത്തി പണ്ടുമ്പോൾ ഈ പഞ്ചാബിൻ്റെ ഈ ഭാഗത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ ന്യൂനപക്ഷവുമാണ്. അതേസമയം ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ ന്യൂനപക്ഷവുമാണ്. ഇന്ത്യൻ പാർട്ടിൽ പാകിസ്ഥാൻ പാർട്ട് എടുക്കുമ്പോഴത്തേക്കും അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ ന്യൂനപക്ഷവും. ഇന്ത്യൻ പാർട്ടി എടുക്കുമ്പോൾ അവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷവും മുസ്ലിംസ് ന്യൂനപക്ഷവുമാണ്. പക്ഷേ ഈ ഏതൊക്കെ ഗ്രാമങ്ങളാണ് ഇന്ത്യയിൽ വരുന്നത്, ഏതൊക്കെ ഗ്രാമങ്ങളിലാണ് പാകിസ്ഥാനിൽ പോകേണ്ടത് എന്ന് യാതൊരു തീരുമാനവും സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് പോലും എടുത്തിരുന്നില്ല. ഇതിന് രാജ്യം വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് പിന്നീട് സംഭവിക്കുന്നത്. ഈ രണ്ട് സ്ഥലത്തും മൈനോറിറ്റീസ് ഉണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്. ഈ രണ്ട് സ്ഥലത്തും ന്യൂനപക്ഷങ്ങളുണ്ട്. ദ മൈനോറിറ്റീസ് ദേ വെയർ ട്രാപ്ഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ബോർഡർ. അതിർത്തിയുടെ ഇരുവശങ്ങളിലെയും ജനങ്ങൾ, അതായത് അവരുടെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾ കെണിയിലകപ്പെട്ട പോലെയായി. ഇവിടെ ഹിന്ദുക്കൾ കെണിയിലാകപ്പെട്ടു, ഇവിടെ മുസ്ലിങ്ങൾ കെണിയിലാകപ്പെട്ടു. they were forced to abandon their homes. The violence went out of control. The minorities became the targets of attack. ന്യൂനപക്ഷങ്ങൾ അക്രമങ്ങൾക്ക് വിധേയരാകുകയാണ്. ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ, ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങൾ ഇവിടെയുള്ള ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു. അവർ ജനിച്ച സ്ഥലത്ത് നിന്നും അവരെ അടിച്ചോട്ടിക്കുകയാണ്. നിങ്ങളുടെ സ്ഥലമല്ല, ഇത് പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇന്ത്യയിലോട്ട് അടിച്ചോട്ടിക്കുകയാണ്. അതേപോലെ ഇവിടെ നിന്ന് ഹിന്ദുക്കൾ, ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലോട്ട് അടിച്ചോട്ടി. ഇത് നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ, നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് അടിച്ചോട്ടിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ they became the undesirable aliens in their own homeland. ജനിച്ച സ്ഥലത്ത് അവരുടെ ആൻസിസ്റ്റേഴ്സ്, അവരുടെ പിതാമഹന്മാർ ജനിച്ച സ്ഥലത്ത് ഒരു ദിവസം കൊണ്ട് അവർ വിദേശികളായി മാറുകയാണ് ചെയ്യുന്നത്. They became the undesirable aliens. The violence went out of control. ദിവസങ്ങൾ കഴിയുന്തോറും അക്രമം നിയന്ത്രിക്കാൻ പറ്റാതെ ആവുകയാണ് ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് ഇവിടുന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ, പാകിസ്ഥാനിലുള്ള ലക്ഷക്കണക്കിന് ഹിന്ദു അഭയാർത്ഥികൾ ഇന്ത്യയിലോട്ട് വരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് മുസ്ലിം അഭയാർത്ഥികൾ പാകിസ്ഥാനിലോട്ട് പോകുന്നു. ഇവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. ഇത് തന്നെയാണ്. ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം, മുസ്ലിങ്ങൾ ന്യൂനപക്ഷം. അപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം, ഹിന്ദുക്കൾ ന്യൂനപക്ഷം, അല്ലേ? മുസ്ലിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അട്ടിയൊട്ടിക്കപ്പെടുന്നു, ഇവിടെ നിന്ന് ഹിന്ദുക്കൾ അങ്ങോട്ട് പോകും, അട്ടിയൊട്ടിക്കപ്പെടുന്നു, അല്ലേ? ഈ വരുന്ന വഴി ഇവർ അക്രമിക്കുന്നു. They became the targets of attack on both sides of the border. അക്രമങ്ങൾ വിധേയരാകുന്നു ഇവർ, ന്യൂനപക്ഷങ്ങൾ.
എന്തു തന്നെയായാലും ലോകം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രാജിക് ആയിട്ടുള്ള ഹ്യൂമൻ ട്രാൻസ്ഫർ ആണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റിയത്. ദ മോസ്റ്റ് അൺപ്ലാൻഡ് ആൻഡ് ട്രാജിക് ഹ്യൂമൻ ട്രാൻസ്ഫർ ഇൻ ദ വേൾഡ് ഹിസ്റ്ററി എന്നാണ് ഇന്ത്യ പാക് വിഭജനത്തിൽ പറയുന്നത്. ഒരു പ്ലാനും ഇല്ലാതെ, ഒരു പദ്ധതിയില്ലാതെ, അല്ലേ, സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് പോലും ജനങ്ങൾക്ക് അറിയില്ല വെദർ ദേ ബിലോങ് ടു ഇന്ത്യ ഓർ ഇൻ പാകിസ്ഥാൻ, ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് ഇവർക്ക് അറിയില്ല. എന്നാൽ രാഷ്ട്രം രണ്ടായി. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ അക്രമത്തിനിരയാകുന്നു, ഇവർ പീഡിപ്പിക്കപ്പെടുന്നു. Lakhs of people were abandoned their homes and they moved to borders. താൻ ജനിച്ച മണ്ണിൽ നിന്നും ആട്ടിയൊട്ടിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ന്യൂനപക്ഷങ്ങൾ ഇരു സൈഡുകളിൽ നിന്നും നേരിടേണ്ടി വന്നത്. അതേപോലെ തന്നെ ഈ വരുന്ന വഴി ഇവർ they were subjected to violence, അക്രമത്തിന് വിധേയരാകുന്നു. ആൻഡ് അട്രോസിറ്റീസും കില്ലിങ്സും, കൊലപാതകങ്ങളും അതിക്രമങ്ങളും, അതേപോലെ തന്നെ റേപ്പ്, മർഡർ, ഇതെല്ലാം നടക്കുകയാണ് ഈ വരുന്ന വഴി. നമ്മൾ ഒരു ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു ബുക്കുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലറായ ഒരു ബുക്കാണ് ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് എഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന കൃതി. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അതിൽ വിവരിക്കുന്നുണ്ട് അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ. അതായത് പെൺകുട്ടികളെ വരുന്ന വഴി പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയാകുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികൾ തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു. എന്നിട്ട് തട്ടിക്കൊണ്ടു പോകപ്പെട്ട ആളിൻ്റെ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു, ഫോഴ്സ്ഡ് കൺവേർഷൻ. പല കുടുംബങ്ങളും ഇത് ഭയന്നുകൊണ്ട് പല കുടുംബങ്ങളും അവരുടെ പെൺകുട്ടികളെ ഓണർ കില്ലിങ് നടത്തുന്നു. ഓണർ കില്ലിങ് മീൻസ് ദുരഭിമാനക്കൊല. കുടുംബത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ കൊല്ലുന്നു, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ആളിൻ്റെ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നു അവർ. ആൻഡ് ഡൽഹി, അമൃത്സർ, ലാഹോർ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ കമ്മ്യൂണൽ സോൺസായി മാറുകയാണ്. ദ സിറ്റീസ് ലൈക്ക് ലാഹോർ, അമൃത്സർ, കൽക്കട്ട became കമ്മ്യൂണൽ സോൺസ്, സാമുദായിക കേന്ദ്രങ്ങളായി മാറുന്നു. ഇപ്പോൾ ലാഹോർ മുസ്ലിങ്ങൾ മാത്രമായി മാറാണ്. ലാഹോറിൽ അവിടെയുള്ള ഹിന്ദുക്കളെയൊക്കെ അവർ ആട്ടിയൊട്ടിക്കുകയാണ്. അതേപോലെ കൽക്കട്ടയിൽ ഹിന്ദുക്കൾ മാത്രമാവുന്നു, അവിടെയുള്ള മുസ്ലിങ്ങളെ ആട്ടിയൊട്ടിക്കുകയാണ്. എന്തു തന്നെയായാലും രാജ്യം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രാജിക് ആയിട്ടുള്ള ഹ്യൂമൻ ട്രാൻസ്ഫർ ആയിരുന്നു ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെനി ചിൽഡ്രൻ വെയർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഫാമിലീസ്, ദേ ബിക്കേം ഓർഫൻസ്. ആയിരക്കണക്കിന് കുട്ടികൾ അനാഥരായി. പലരും കുടുംബത്തിൽ നിന്നും പോയി, സെപ്പറേറ്റ് ഫ്രം ദ ഫാമിലി. അവർ കുടുംബത്തിൽ നിന്നും കൈവിട്ടു പോയി. എവിടെയാണെന്ന് അനാഥരായി പോയി അവർ കുട്ടികൾ. അതുപോലെ തന്നെ ഇറ്റ് വാസ് നോട്ട് ഓൺലി എ പൊളിറ്റിക്കൽ ഡിവിഷൻ ബട്ട് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ടു. ഇതൊരു പൊളിറ്റിക്കൽ ഡിവിഷൻ മാത്രമായിരുന്നില്ല, മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കൂടിയായിരുന്നു. അതായത് ഈ അതിർത്തി, അതായത് സൈന്യത്തെ രണ്ടായി വിഭജിക്കപ്പെട്ടു. അതേപോലെ പോലീസ് സേന രണ്ടായി വിഭജിക്കപ്പെട്ടു. അതേപോലെ അതിർത്തി പ്രദേശങ്ങളിലെ ഗവൺമെൻറ് ഓഫീസുകൾ രണ്ടായി വിഭജിക്കപ്പെട്ടു. ആ ഓഫീസുകളിലെ കസേര, മേശ, പിന്നെ ടൈപ്പ് റൈറ്റർ തുടങ്ങിയ എക്യുപ്മെൻറ്റ്സ്, പോലീസ് സേനയിലെ ബാൻഡ്, മ്യൂസിക് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെ ഇതെല്ലാം തന്നെ രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കൂടിയാണ് നമുക്ക് ഇന്ത്യ പാക് വിഭജനത്തിൽ കാണാൻ പറ്റുന്നത്. സൈന്യത്തെ രണ്ടായി വിഭജിക്കുന്നുണ്ട്, പോലീസ് സേനയെ രണ്ടായി വിഭജിക്കുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ ഗവൺമെൻറ് ഓഫീസുകളെ പോലും അവിടുത്തെ ഉപകരണങ്ങൾ പോലും രണ്ടായി വിഭജിക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. എന്തു തന്നെയായാലും ഏകദേശം 80 lakhs of people were migrated എന്നാണ് പറയുന്നത്. ഏകദേശം 80 ലക്ഷത്തോളം ആളുകൾ അതിർത്തി കടന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 80 ലക്ഷത്തോളം ആളുകൾ അതിർത്തി ക്രോസ് ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
അതിൽ തന്നെ ഉദ്ദേശം 5 മുതൽ 10 ലക്ഷത്തിനകത്തുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക്. ഉദ്ദേശം വ്യക്തമായ കണക്കൊന്നുമില്ല. അക്രമം പല രീതിയിലാണ് അരങ്ങേറിയത്. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 10 ലക്ഷത്തിനിടെ വരെ ഉള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടു. കാരണം ഇവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ, ഈ അതിർത്തി കടന്നു വന്നവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ലല്ലോ. ഈ വന്ന അല്ലേ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ സ്വന്തമായിട്ട് ലാൻഡില്ല. അപ്പോൾ അവർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അതിർത്തി പ്രദേശങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ആൻഡ് ദർ വാസ് നോ ലാൻഡ് ഓർഡർ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്സ്. റെഫ്യൂജി ക്യാമ്പ്സിൽ യാതൊരു ലാൻഡ് ഓർഡറും ഇല്ല. അതിർത്തി ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ, അതിർത്തി പ്രദേശങ്ങളിലെ അഭയാർത്ഥികൾ, അവിടെ കൊള്ളയടിയും ബലാത്സംഗങ്ങളും മോഷണവും കൊലപാതകങ്ങളും യഥേഷ്ടം നടന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് പോകുന്ന അഭയാർത്ഥികൾ പോകുന്ന ട്രെയിനിന് വഴിക്ക് വെച്ച് തടയുകയും ആളുകളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. കൊലപാതകങ്ങൾ നടത്തി തിരിച്ച് അങ്ങോട്ട് ട്രെയിൻ അങ്ങ് പാകിസ്ഥാനിൽ എത്തുമ്പോഴത്തേക്കും പല ബോഗികളിലും ഒരുപാട് ശവങ്ങൾ കാണുമായിരുന്നു. അതേപോലെ തന്നെ തിരിച്ചും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇതേ തന്നെയാണ് അവസ്ഥ. എന്ത് തന്നെയാലും മനുഷ്യ ചരിത്രത്തിൽ തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രാജിക് ആയിട്ടുള്ള